ഷബ്ന പൊന്നാട് 2003 മുതൽ പല ആനുകാലികങ്ങളിലും പത്രങ്ങളിലും എഴുതി തുടങ്ങി. എന്നേക്കുമുള്ള ഒരു ഓർമ്മ, ആരാവ് പുലരാതിരുന്നെങ്കിൽ എന്നിവ ഷബ്നയുടെ കഥാസമാഹാരങ്ങളാണ്. പ്രകൃതി ചൂഷണത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി പ്രശസ്ത തിരക്കഥാകൃത്ത് ടി.എ. റസാക്കിന്റെ പ്രോത്സാഹനത്താൽ ഷബ്ന തന്നെ കഥയും തിരക്കഥയും സംവിധാനവും ചെയ്ത് തളിർനാമ്പുകൾ എന്നൊരു ഹ്രസ്വചിത്രവും പുറത്തിറക്കിയിട്ടുണ്ട്. 2016 മലപ്പുറം ജില്ലയിലെ മികച്ച സാഹിത്യകാരിയായി തെരഞ്ഞെടുത്ത് മലപ്പുറം ജില്ലാ ഭരണകൂടം ഷബ്നയെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2022 റിപ്പബ്ലിക് ഡേയിൽ കേരള ഗവർണറുടെ വസതിയിൽ വെച്ച് ഗവർണർ ആദരിക്കുകയുണ്ടായി. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഷബ്നാസ് ചാരിറ്റബിൾ ട്രസ്റ്റും അതിൻ്റെ കീഴിൽ സാന്ത്വന ഭവൻ എന്നൊരു സ്ഥാപനവും ജനസേവനങ്ങൾക്കായി പൊന്നാട് തന്നെ ഒരു കോമൺ സർവീസ് സെന്ററും ഷബ്ന നടത്തിവരുന്നു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര പോകുന്ന യാത്രാ ഗ്രൂപ്പായ ടീം സഫാരി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ ഒരു അഡ്മിൻ കൂടിയാണ് ഷബ്ന. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള പൊന്നാട് സ്വദേശിയായ ഷബ്നയെ എഴുത്ത് രംഗത്തെ മികവിനുള്ള അവാർഡ് നൽകി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആദരിക്കുകയാണ്.